ഒരിക്കൽ തന്റെ പുത്രിയോട് അവളുടെ ഭർത്താവ് വളരെ മാനം മര്യാദയായി പെരുമാറുന്നത് ഈ സാത്താൻ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം രൂക്ഷമാണ് ഇദ്ദേഹത്തിന്റെ തിന്മപ്രിയം എന്നുള്ളത്. 3, 2, 1. എനിക്ക് അങ്ങനെ വലിയ ചിലവില്ല. എനിക്കൊരു ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടിയ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ. പോകേണ്ട ചെറിയ കഥ പറയാം. തിരക്കുള്ളവർ പോണം, കാത്തു നിൽക്കരുത്, കേട്ടു നിൽക്കരുത്, വിട്ടുകൊള്ളുക. മനുഷ്യപ്പറ്റുള്ളവർ സ്വല്പം സഹനശേഷിയുടെ സാന്നിധ്യം കൂടി സ്വഭാവത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിരിക്കുക, കേൾക്കുക, എന്നിട്ട് പോവുക. അതായത് ഈ നോസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു നാട്, നോസ്ലാൻഡ്. ആ നോസ്ലാൻഡ് ഭരിക്കുന്ന 2 ചങ്കുള്ള ഒരു സുൽത്താൻ, ക്ഷമിക്കണം, സുൽത്താൻ അല്ല, ഒരു സാത്താന്റെ അപാരമായിട്ടുള്ള ന്യൂനവർഗ സ്നേഹം ഒരു കൊട്ടാരം വൈദ്യന്റെ ജീവൻ രക്ഷിച്ച കഥയാണ് പോകണെന്ന് പറയുന്നത്. പലതുകൊണ്ടും വളരെ പ്രത്യേകത പേർന്ന ഒരു നാടായിരുന്നു ഈ നോസ്ലാൻഡ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ നോസ്ലാൻഡിലെ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും മൂക്കുണ്ടായിരുന്നില്ല. മൂക്കില്ലാത്ത അവർ സ്വന്തം നിലയിൽ മൂക്കർ എന്നാണ് വിളിച്ചു വന്നിരുന്നത്. മൂക്കർ, ഈ ബുദ്ധിയില്ലാത്തവർ സ്വയം പ്രബുദ്ധർ എന്ന് അവകാശപ്പെടുന്നത് പോലെ നോസ്ലാൻഡിലെ നിർമൂക്കർ അവരെ സ്വയം മൂക്കർ എന്ന് വിളിച്ചു. മൂക്കർ സാത്താന്റെ സ്വന്തം നാടെന്നായിരുന്നു ഈ നോസ്ലാൻഡ് അറിയപ്പെട്ടിരുന്നത്. അതിന് കാരണവുമുണ്ട്. അതായത് പരിഷ്കൃത ലോകവും സംസ്കൃതീകരിക്കപ്പെട്ട മനുഷ്യ സമൂഹവും ഒക്കെ അരികുവൽക്കരിച്ചു, അതോ പാർശ്വവൽക്കരിച്ചു, എന്ത് പറയണം, അരികുവൽക്കരിച്ചു എന്ന് തന്നെ പറയാം. അരികുവൽക്കരിച്ചിട്ടുള്ള സകലതിനെയും ആഘോഷിക്കുന്നവരായിരുന്നു നോസ്ലാൻഡിലെ ഈ മൂക്കർ. അതായത് അഴിമതി ആചാരവും, മോഷണം കലാരൂപവും, പരിഹാസം പ്രാർത്ഥനയും, പരപുച്ഛം പരിപാലന വൃത്തിയും, നുണപറച്ചിൽ സർഗാത്മക പ്രവർത്തനവും, സഹജീവി പീഡനം പരോപകാര കർമ്മവും ഒക്കെ ആവുന്ന ഒരു നാടാണ് നോസ്ലാൻഡ്. ഈ പരിഷ്കൃത ലോകം വേശ്യ എന്ന് ഗണിക്കുന്നവർ, അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളി എന്ന് ഗണിക്കുന്നവർ നോസ്ലാൻഡിൽ നവോത്ഥാന പ്രവർത്തകരാണ്. പൈമ്പിക പ്രവർത്തനം നടത്തുന്നവരെ, അല്ലെങ്കിൽ ഈ കൂട്ടിക്കൊടുപ്പുകാര്, പിമ്പുമാരെയൊക്കെ സാംസ്കാരിക നായകരായി വാഴ്ത്തുന്ന നാടുമാണ് നോസ്ലാൻഡ്. അഭിമാനമുള്ളവരെ അഹങ്കാരികളായും അതുപോലെ തന്നെ ഈ ആത്മബോധമുള്ളവരെ പൊങ്ങച്ചക്കാരായും കണ്ട് കളിയാക്കുക എന്നത് മൂക്കരുടെ ഒരു പ്രധാന വിനോദമാണ്. ആദർശശുദ്ധിയുള്ളവർക്ക് നോസ്ലാൻഡിൽ ജീവനോടുകൂടി കഴിയാനാവില്ല, ഒട്ടും തന്നെ കഴിയാനാവില്ല. മണ്ണിനടിയിൽ പാർക്കാം എത്ര കാലം വേണമെങ്കിലും, ജീവനോടെ പറ്റില്ല. ജീവിക്കണമെന്ന് അത്ര വാശിയുള്ള ആദർശവാദികൾ, അങ്ങനെയും ഉണ്ടാവില്ല ഒരു കൂട്ടർ. ജീവിച്ചേ മതിയാവൂ, എന്നാൽ ആദർശം ഒട്ട് വിട്ടുകളയാനും താല്പര്യമില്ല എന്ന് പറയുന്ന കൂട്ടർ. അങ്ങനെയുള്ള ആദർശവാദികൾ ഒളിവ് ജീവിതം നയിച്ചേ പറ്റുള്ളൂ. പകൽ വെളിച്ചത്തിൽ, സൂര്യപ്രകാശത്തിൽ പുറത്തിറങ്ങരുത്. രാത്രിയിൽ ചന്ദ്രവെളിച്ചത്തിൽ പോലും സമൂഹത്തിന്റെ കണ്ണിൽപ്പെടാൻ പാടില്ല. അങ്ങനെ ജീവിക്കാം. ആദർശത്തിന്റെ അസുഖമുള്ളവർ സമൂഹവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ മഴുപ്രയോഗത്തിലൂടെയോ വടിവാൾ വീശലിലൂടെയോ, ആംബുലൻസ് ഒന്നും സംഭവിക്കരുതേ, വടിവാൾ വീശലിലൂടെയോ അതല്ലെങ്കിൽ കയറിൽ തൂക്കിയാട്ടത്തിലൂടെയോ ആദർശ രോഗികളായിട്ടുള്ള അവരെ പരലോകത്തേക്ക് വിടുന്നതാണ് പതിവ്, നോസ്ലാൻഡിലെ പതിവ്. അതായത് സത്യം, ധർമ്മം, നീതി, ന്യായം, സംസ്കാരം, മാന്യത, മര്യാദ എന്നിവയൊന്നും നോസ്ലാൻഡിൽ ചിലവാകില്ല, ഒട്ടും തന്നെ ചിലവാകില്ല. 2 ചങ്കും ഒരു ഇതുപോലെ അരമൂക്കുമുള്ള ഒരു സാത്താനാണ് നോസ്ലാൻഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മയുടെ കണികയെങ്കിലും സ്വഭാവത്തിലുള്ള ആരെയും നമ്മുടെ ഈ സാത്താൻ രാജാവ് അതിജീവിക്കാൻ വിടില്ല. നന്മയുടെ അംശം മതി, ജീവിക്കാൻ വിടില്ല. ഒരിക്കൽ തന്റെ പുത്രിയോട് അവളുടെ ഭർത്താവ് വളരെ മാനം മര്യാദയായി പെരുമാറുന്നത് ഈ സാത്താൻ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം രൂക്ഷമാണ് ഇദ്ദേഹത്തിന്റെ തിന്മപ്രിയം എന്നുള്ളത്. അതായത് മകളോട് വളരെ മാനം മര്യാദയ്ക്ക് പെരുമാറുകയാണ് മരുമകൻ, മകളെ കെട്ടിയവൻ. അതോടെ നിന്ന നിൽപ്പിൽ അത് കണ്ട് ആ മാനം മര്യാദയോടെ മകളോട് പെരുമാറുന്ന ആ ഭർത്താവിനെ, ആ മരുമകനെ കണ്ടപ്പോൾ നിന്ന നിൽപ്പിൽ സാത്താൻ രാജാവിന് പേയിളകി. ആകെ കലിതുള്ളി കൊട്ടാരമാകെ കോപച്ചുരമാന്തി ഈ സാത്താൻ രാജാവ് നടന്നു, കാലുബന്ധ നായുടെ കൂട്ട്. രാജപത്നിയും രാജപുത്രിയും കൂടി ഒരുവിധം സാത്താൻ രാജാവിനെ തണുപ്പിച്ചെങ്കിൽ പോലും മകളുടെ ഭർത്താവിൽ ഒരു കണ്ണുവയ്ക്കാൻ സാത്താൻ രാജാവ് ചാരന്മാരെ ചുമതലപ്പെടുത്തി. ഒന്ന് ആലോചിച്ച് നോക്കണേ ആ അവസ്ഥ. എന്താ കുഴപ്പം? മരുമകൻ തൻ്റെ മകളോട് മാനം മര്യാദയായി പെരുമാറി. അതുപോലും സഹിക്കാൻ പറ്റുന്നില്ല ഈ സാത്താൻ രാജാവിന്. അത്രമാത്രം തിന്മപ്രേമിയാണ്. എന്തായാലും മകളുടെ ഭർത്താവ് നേരും നെറിയുമുള്ളവനാണ് എന്ന് പറയുന്ന കാര്യം
അത് മനസ്സിലാക്കിയ ചാരന്മാരിലൂടെ മനസ്സിലാക്കിയ നമ്മുടെ ഈ സാത്താൻ രാജാവ് മരുമകനെ സമുചിതം കൊല്ലാൻ പിടിച്ചു. ഇവനെ ഇനി ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, വെച്ചു വാഴിക്കാൻ പറ്റില്ല. അമ്മാതിരി നന്മയുള്ളവനാണ്, അമ്മാതിരി നേരും നിറയുമുള്ളവനാണ്. ഇവനെ ഇവിടെ വാഴാൻ വിടരുത്. മകളെ കിട്ടിയവന്റെ കാര്യമാണ് പറയുന്നത്, വാഴാൻ വിടരുത്. കാരണം അവന് നേരും നിറയും നന്മയുമുണ്ട്, മകളോടൊക്കെ മാനം മര്യാദയായി പെരുമാറുന്നുണ്ട് എന്ന് സാത്താൻ രാജാവ്. അത് സഹിച്ചില്ല സാത്താൻ രാജാവിന്. അപ്പൊ കൊല്ലാൻ പിടിച്ചു. എന്നാൽ ആ മരുമകന് തന്റെ പുത്രിയിലുണ്ടായിട്ടുള്ള കുട്ടി സ്വാഭാവികമായും അലറി നിലവിളിച്ചതിനാൽ സാത്താൻ രാജാവായിട്ടുള്ള ആ തസ്കരോത്തമന് തിരുമനസ്സലിവുണ്ടായി. തസ്കരോത്തമ മരമന്നന്റെ ദ്വിമാറ തസ്കരോത്തമ മരമന്നന്റെ ആ തിരുമനസ് അങ്ങോട്ടേക്ക് അലിഞ്ഞുപോയി. ഈ കൊച്ചിന്റെ കരച്ചിൽ കേട്ട്, മകളുടെ കൊച്ചിന്റെ കരച്ചിൽ കേട്ട് അല്പം പോലും കൊല്ലാതെ മരുമകനെ മുഴുവനായും നാടുകടത്തിക്കൊണ്ട് തന്റെ ആ വധാഗ്രഹം അത് സാത്താൻ രാജാവ് അടക്കി വെച്ചു കുഞ്ഞിനു വേണ്ടി. വൈകാതെ തന്റെ തസ്കര സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ന്യൂനവർഗനെ പിടിച്ച് ഭർത്താവാക്കി മകളുടെ അന്തഃപുരത്തിലേക്ക് അങ്ങനെ ചുമ എറിഞ്ഞു കൊടുത്തു. മകളുടെ ഭർത്തൃപദവിക്ക് ന്യൂനവർഗ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒരുമാതിരി പ്രീണന ബുദ്ധിയോടുകൂടി മരമന്ന തസ്കരോത്തമൻ അങ്ങനെ അങ്ങോട്ടേക്ക് നീങ്ങിയതല്ല. എല്ലാം തികഞ്ഞവനായിരുന്നു. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂനവർഗൻ എല്ലാം തികഞ്ഞവനായിരുന്നു. കൺമുന്നിൽ കണ്ട് അനുഭവിച്ചെന്നതുപോലെ അറിഞ്ഞു മനസ്സിലാക്കി തന്നെയാണ് ആ തീരുമാനം സാത്താൻ രാജാവ് കൈക്കൊണ്ടത്. പറയാം, അതായത് ഒരിക്കൽ സകല സന്നാഹങ്ങളുമായി സവാരി നടത്തുന്നതിനിടെ ഒരു സ്ത്രീയുടെ നിലവിളി സാത്താൻ രാജാവിന്റെ ചെവിയിലേക്ക് അങ്ങ് ആർത്തലച്ചെത്തി. വേദന കൊണ്ട് പുളയുന്നവളുടെ ആർത്തനാദം കേട്ടു രസിച്ച മരമന്നൻ ആ നിലവിളി ശബ്ദത്തിലേക്ക് ഒരുതരം മൂർച്ഛയോടുകൂടി നടന്നു ചെന്നു. അങ്ങനെ നിലവിളി കേട്ടുകൊണ്ട്, കരച്ചിൽ കേട്ടുകൊണ്ട് വല്ലാത്തൊരു ആനന്ദത്തിൽ ആ നിലവിളിയിലേക്ക് അയാൾ നടന്നു ചെന്നു. ആ രാജാവ്, അയാൾ എന്ന് പറയാൻ പാടില്ല, രാജാവാണ്, സാത്താൻ രാജാവ് നടന്നു ചെന്നു ആ നിലവിളിയിലേക്ക്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് പുത്രീപതിയായി ഈ ന്യൂനവർഗനെ മന്നൻ തിരഞ്ഞെടുക്കാൻ കാരണം. അതായത് അപ്പോത്തിക്കിരിയായ തന്റെ പൊണ്ടാട്ടിയെ കുനിച്ചു നിർത്തി ഇടിക്കുന്ന ന്യൂനവർഗൻ, നല്ല ചാമ്പുന്ന ന്യൂനവർഗൻ. കുറഞ്ഞതൊരു 3 ആഴ്ചക്കാലത്തേക്ക്, അതെ 3 ആഴ്ചക്കാലത്തേക്ക് മൂത്രമൊഴുപ്പ് മുട്ടിക്കുന്ന വിധത്തിൽ അവളുടെ അടിവയറ്റിലേക്ക് മുട്ടുകാല് കയറ്റുന്ന ന്യൂനവർഗൻ. അടിവയറ്റിലേക്ക് മുട്ടുകാല്, കാലിന്റെ മുട്ട അങ്ങോട്ട് കയറ്റുകയാണ്. മൂത്രമൊഴുപ്പ് 3 ആഴ്ചത്തേക്ക് മുട്ടിക്കുന്ന വിധത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു ഹാമർ ത്രോ, ഇങ്ങനെ എറിയുന്നൊരു സാധനമല്ലോ, തൂക്കി എറിയുന്ന ഒരു ഹാമർ ത്രോ മത്സരാർത്ഥിയെ പോലെ മുടിക്കുത്തിൽ പിടിച്ച് അവളെ അങ്ങനെ വട്ടം കറക്കി എറിയാൻ നോക്കുന്ന ന്യൂനവർഗൻ. നിന്നേക്കാൾ മിടുക്കികളെ 50 രൂപയ്ക്ക്, വെറും 50 രൂപയ്ക്ക് വാണിഭ ചന്തയിൽ കിട്ടുമെടി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മനസ്സിനെ ആക്രമിച്ച് മുറിവേൽപ്പിക്കുന്ന ന്യൂനവർഗൻ. നിന്നേക്കാൾ ബഹുകേമികളെ വെറും 50 രൂപ മുടക്കിയാൽ വാണിഭ ചന്തയിൽ കിട്ടുമെടി എന്ന് പറഞ്ഞുകൊണ്ട് കുനിച്ചിടിച്ച് തെറിപ്പിച്ച് ഹാമർ ത്രോ പോലെ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് കറക്കി തല ഭിത്തിയിൽ കൊണ്ട് ഇടിപ്പിച്ച് ചതച്ച് മൂത്രമൊഴി മുട്ടിപ്പിച്ച് അതേ ക്രൂരമായി പെരുമാറുന്ന ന്യൂനവർഗൻ. ഇത്രയെങ്കിലും ക്രൂരത മുറ്റിയ ഒരു തെമ്മാടി തന്നെ വേണം തനിക്ക് മരുമകനാകാൻ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സാത്താൻ രാജാവ് അപ്പോൾ തന്നെ ആ ന്യൂനവർഗനെ പിടിച്ച് മകൾക്ക് അങ്ങോട്ട് കിട്ടുകൊടുക്കുകയായിരുന്നു. മകളെ, നീ ഭർത്തൃ സേവനങ്ങൾ അങ്ങോട്ട് കറന്നെടുത്തോടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇട്ടുകൊടുത്തു അന്തഃപുരത്തിലേക്ക്. പറഞ്ഞു വന്നത് ഇതാണ്, പരനാറികളുടെ പറുദീസയാണ് നോ നോസ് ലാൻഡ്. പരനാറികളുടെ പറുദീസ, അതാണ് നോ നോസ് ലാൻഡ്. നന്മയുടെ അംശമെങ്കിലും സ്വഭാവത്തിലുള്ളവർക്ക് ജീവഹാനി സമ്മാനിക്കുന്ന സാത്താന്റെ സ്വന്തം നാട്, അതാണ് നോ നോസ് ലാൻഡ്. അവിടെയാണ് ക്ഷമിച്ച് മടുത്ത ഒരു കൊട്ടാരം വൈദ്യൻ സത്യവാനും ധർമ്മിഷ്ഠനും നീതിമാനുമായി ജ്വലിച്ചങ്ങോട്ടേക്ക് ഉയർന്നത്. ഞാനൊരു സത്യസന്ധനായ വ്യക്തിയാണ്. അതിപ്പോൾ സത്യസന്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളം പറയാതിരിക്കുക എന്നല്ല, സത്യം വിളിച്ച് മൂടിയിരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എനിക്ക് പല സത്യങ്ങളും ഞാൻ പലപ്പോഴും തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട്. അത് എനിക്ക് പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. നാട്ടുകാരെ ചികിത്സിക്കാനുള്ള ഉപകരണങ്ങൾ, ആവശ്യത്തിന് മരുന്നുകൾ ഒന്നും ചികിത്സാലയത്തിന് ലഭ്യമാവുന്നില്ല എന്ന് കൊട്ടാരം വൈദ്യൻ പരസ്യമായി വിലപിച്ചു. സമൂഹത്തിന് മുന്നിൽ നിന്ന് പരസ്യമായി വിലപിച്ചു. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളും മരുന്നുകളും പഞ്ഞിയും ഒപ്പം രോഗം ബാധിച്ച ശരീരവും വൈദ്യശാലയിൽ എത്തിച്ചാൽ താൻ പഠിച്ച വൈദ്യവിദ്യ രോഗിയിൽ പ്രയോഗിക്കാൻ മാത്രമേ കൊട്ടാരം വൈദ്യർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അതിന്റെ വേവലാതിയിലാണ്. പാവപ്പെട്ടവന്റെ ദുര്യോഗം കണ്ട് മനസ്സലിഞ്ഞാണ് കൊട്ടാരം വൈദ്യൻ പൊട്ടിത്തെറിക്കുന്നത്. സ്വാഭാവികമായും മനുഷ്യപ്പറ്റുള്ള ആ വൈദ്യൻ തന്റെ ധർമ്മന്യായ സത്യബുദ്ധി കൊണ്ട് ഒന്ന് പൊട്ടിത്തെറിച്ചു പോയപ്പോൾ എന്താ സംഭവിച്ചത്? ശിക്ഷ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ. തന്റെ മുന്നോട്ടുള്ള ഭാവി എന്താണെന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു.
സാത്താന്റെ നാട്ടിൽ നന്മയുടെ നിഴല് കണ്ടാൽ പോലും മൂക്കന്മാർ വിറളുകയും വിറങ്ങലിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ നാട്ടുകാരൻ, ഒരൊറ്റ നോസ്ലാൻഡ് വാസി ആ മനുഷ്യനെ പിന്തുണച്ചില്ല. അയാൾ അവർക്ക് വേണ്ടിയാണ് ബലിയാടാവുന്നത് എന്ന് പറയുന്ന ഒരു തോന്നൽ, അങ്ങനെ ഒരു ചിന്ത അവിടെ പാടില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതാണ് നോസ്ലാൻഡ്. നന്മ ഉണ്ടാവാൻ പാടില്ല, മനുഷ്യത്വം ഉണ്ടാവാൻ പാടില്ല, സഹജീവി സ്നേഹം ഉണ്ടാവാൻ പാടില്ല, നേരുണ്ടാവാൻ പാടില്ല, നെറിയുണ്ടാവാൻ പാടില്ല. നോസ്ലാൻഡ്. എന്തായാലും ഇഹലോകത്ത് നിന്ന് പോകാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ മാനസികമായി കൊട്ടാരം വൈദ്യൻ കൈക്കൊണ്ടു കളഞ്ഞു. ആ മനുഷ്യനറിയാം, മുന്നുദാഹരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക്. അത് ഓർമ്മ വന്നു. അധർമ്മം പ്രവർത്തിക്കാത്തതിന്, അല്ലെങ്കിൽ ധർമ്മം പ്രവർത്തിച്ചതിന്. കൊട്ടാരം അന്യായാധിപനെ തൂക്കിക്കൊന്ന നാടാണ് നോസ്ലാൻഡ്. അന്യായം പ്രവർത്തിക്കാൻ വെച്ചിരുന്നവൻ ന്യായം പ്രവർത്തിച്ചു, ധർമ്മബുദ്ധിയോടുകൂടി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് തൂക്കിക്കൊന്നു കളഞ്ഞു. സത്യബുദ്ധിയും ന്യായചിന്തയും ധർമ്മബോധവും സൂക്ഷിച്ച എത്രയോ ആളുകളെ കൊന്നുതള്ളിയ നാടാണത് നോസ്ലാൻഡ്. മണ്ണിന് മേളിൽ ജീവിക്കാൻ കഴിയില്ല, മണ്ണിനടിയിൽ എത്ര കാലം വേണമെങ്കിലും കഴിഞ്ഞു പോകാം. അതാണ് അവസ്ഥ. എന്നാൽ കൊട്ടാരം വൈദ്യനെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് നമ്മുടെ സാത്താൻ രാജാവ് ആ ധർമ്മബുദ്ധനോട് ക്ഷമിച്ചു, ആ കൊട്ടാരം വൈദ്യനോട് ക്ഷമിച്ചു. നമ്മുടെ കൊട്ടാരം ന്യായാധിപനെ കെട്ടിത്തൂക്കി പൂർണ്ണമായും വധിച്ചതുപോലെ വൈദ്യരെ സാത്താൻ രാജാവ് വധിക്കാൻ വിട്ടില്ല. എങ്കിലും മറ്റുള്ളവർക്കൊരു പാഠം എന്ന നിലയിൽ വൈദ്യരെ മതിയാവോളം കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് നോസ്ലാൻഡിൽ അയാളെ ജീവിക്കാൻ സാത്താൻ രാജാവ് ജീവിക്കാൻ ശിക്ഷിച്ചു. കൊന്നില്ല, കൊല്ലാക്കൊല ചെയ്ത് അങ്ങനെ ജീവിക്കാൻ രാജാവ് ശിക്ഷിച്ചു. ഒരൊറ്റ ഘടകമാണ് പ്രീണനവീരനായിട്ടുള്ള സാത്താൻ രാജാവിനെ അതിന് പ്രേരിപ്പിച്ചത്, കൊല്ലാതെ വിടാൻ പ്രേരിപ്പിച്ചത് ഒരൊറ്റ ഘടകമാണ്. അതായത് തൻ്റെ മരുമകനെ പോലെ വൈദ്യരും ന്യൂനവർഗനാമധാരിയാണ്. അതുമാത്രമാണ് ആ മനുഷ്യന് രക്ഷയായത്. ആ പാവം സാധു മനുഷ്യന് രക്ഷയായത് അതുമാത്രമാണ്. കൊട്ടാരം മരുമകന്റെ അതേ വർഗമാണെന്നുള്ളത് മാത്രം. അതുമാത്രമാണ് ആ പാവം കൊട്ടാര വൈദ്യന് രക്ഷയായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ നല്ലൊരു ഗുണപാഠമൊന്നും ഈ കഥയ്ക്കില്ല. സാത്താന്മാരുടെ നാട്ടിൽ സത്യവാന്മാർ സമൂലം സൂക്ഷിക്കണമെന്നത് നല്ലൊരു ഗുണപാഠമാവുകയുമില്ല. അതിനെ ഒരു ഗുണപാഠമാക്കിയാലും ശോഭിക്കില്ല. അതൊന്നും ഇതിന് ചേരില്ല. അല്ലെങ്കിൽ ഈ കഥയിൽ ഒരു ഗുണപാഠമൊന്നുമില്ല. പോങ്ങനിപ്പോൾ ഈ ഗുണപാഠമില്ലാത്ത ഈ നോസ്ലാൻഡിലെ കൊട്ടാരം വൈദ്യന്റെ കഥ അത് പറയാൻ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഞാൻ ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് സെക്ടറിലൊക്കെ അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടാത്തതുകൊണ്ടല്ല. എനിക്ക് ഗവൺമെൻറ് സെക്ടറിൽ ഇരുന്ന ഒരു പർട്ടിക്കുലർ നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ധർമ്മബുദ്ധനായിട്ടുള്ള ആ നല്ല മനുഷ്യൻ നിലവിൽ അനുഭവിക്കുന്ന ദുര്യോഗം കാണുമ്പോൾ എനിക്ക് ആ കൊട്ടാരം വൈദ്യനെ ഓർമ്മ വന്നു എന്നുള്ളതാണ് സത്യം. കൊല്ലപ്പെടാതെ കൊല്ലാക്കൊല അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വന്ന കൊട്ടാര വൈദ്യനെ പോലാണ് സഖാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ്. പെൻഷൻ കിട്ടില്ല, യാതൊരു ആനുകൂല്യങ്ങളും ഉണ്ടാവില്ല, നശിപ്പിച്ച് പണ്ടാരമടക്കി കളയും, നാറ്റിച്ചു വിടും, സമൂഹത്തിന് മുന്നിൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞെന്നിരിക്കും. നന്മയുള്ള ഒരുത്തനെയും വാഴാൻ വിടില്ല. അത് ഒരിടത്തും ഒരു രംഗത്തും നന്മയുള്ളവരെ വാഴാൻ വിടില്ല. ആ മനുഷ്യന് വേണ്ടി പോങ്ങൻ പ്രകൃതിയോട് ചുമ്മാ ഒന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് മാത്രമേ പോങ്ങൻ കഴിയൂ. അതുകൊണ്ട് ചുളിവിലൊരു പ്രാർത്ഥന. പക്ഷേ ചുളിവിലാണെങ്കിൽ പോലും അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് നടത്തുന്നത്. അതുപോലെ കണ്ണൂരിൽ നിന്നും കയറിൽ തീർന്ന് പരലോകത്തേക്ക് പോയ സഖാവ് നവീൻ ബാബുവിനെ പ്രത്യേകം പോകൻ ഈ സമയം ഓർക്കുന്നു. കൂടാതെ എല്ലാ അനീതികളും ആസ്വദിച്ച് അനുഭവിക്കുന്ന പ്രബുദ്ധ മതേതര മലയാളികളെ പോകൻ മറക്കാനും കൂട്ടാക്കുന്നില്ല. മാത്രമല്ല സകല അനീതികൾക്കും കൂട്ടുനിന്നുകൊണ്ട് ജീവിത ലാഭം തരപ്പെടുത്തിയെടുക്കുന്ന മാപ്രകളെയും ഒപ്പം പ്രതിപക്ഷ കക്ഷികളിൽ മൂലധനമിറക്കി പ്രവർത്തിക്കുന്ന ജനസേവന വ്യവസായികളെയും പോങ്ങൻ ഓർക്കാനും മറക്കുന്നില്ല. ഡോക്ടർ ഹാരിസിനോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, അങ്ങയോട് വലിയ ആദരവ്, അതുപോലെ തന്നെ താങ്കൾക്ക് നന്മകൾ മാത്രം വരട്ടെ എന്ന് തീർച്ചയായിട്ടും പോകൻ അതിവിനയത്തോടുകൂടി നമ്മുടെ പ്രകൃതിയോട് പ്രാർത്ഥിക്കുകയാണ്.